ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ വിസിറ്റിങ്ങിനായി പോയിരിക്കുകയായിരുന്നു. അന്ന് ഗ്രാൻഡ് മദർ അവിടെ ഇല്ലായിരുന്നു. എന്നത്തെയും പോലെ ഫുഡ് കഴിച്ച് ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു. തോന്നലാകുമെന്ന് ഓർത്ത് സമാധാനിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ആ ശബ്ദം വീണ്ടും വീണ്ടും കേട്ടപ്പോൾ എൻ്റെ മനസ്സ് അതിനെ അനുവദിച്ചില്ല. പതിയെ ഞാൻ ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് മെയിൻ ഡോറിൻ്റെ ജനാലയിൽ കൂടി നോക്കി. ആ രൂപം എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതൊരു വൃദ്ധയായ സ്ത്രീയുടേതായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ തിരികെ റൂമിൽ വന്ന് കിടന്നു. പക്ഷെ ആ ഒച്ച വീണ്ടും കേൾക്കാൻ തുടങ്ങി. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ചിലപ്പോൾ അത് ഗ്രാൻഡ് മദറിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം. പക്ഷെ അവർ എന്തുകൊണ്ട് ബെല്ലടിച്ച് വിളിച്ചില്ല, അല്ലെങ്കിൽ ഡോറിൽ മുട്ടി വിളിച്ചില്ല? എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ആ ഒച്ച വീണ്ടും കേട്ടു. എൻ്റെ റൂമിൻ്റെ ജനാലയിൽ കൂടി അവർ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എങ്ങനെയോ നേരം വെളുത്തു. ഞാൻ ഒട്ടും വൈകിയില്ല. നേരെ ഫോൺ എടുത്ത് ഗ്രാൻഡ് മദറിനെ വിളിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഗ്രാൻഡ് മദറും ആകെ പേടിച്ച് വിറച്ചായിരുന്നു എന്നോട് സംസാരിച്ചത്. തനിക്കും ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാനത് ഓർക്കാനും പിന്നെ ശ്രമിച്ചിട്ടില്ല. സീ യു, ബൈ.